ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും വിനീതമായ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 13-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. ഇപ്പൊ നമുക്ക് നോക്കാം ബാക്കി ഇനി എന്താണെന്നുള്ളത്. ഇതുവരെ വിദുരര് ധൃതരാഷ്ട്രരോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതായത് ധൃതരാഷ്ട്രരോട് പറയുന്നു, നിങ്ങൾ നാണമില്ലേ നിങ്ങൾക്ക്? ഒരുപാട് കാലങ്ങളായി എന്നോ നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിരുന്നു. ഇപ്പോഴും രാജ്യ പദവി സുഖ സൗകര്യങ്ങളിൽ ഇപ്പോഴും അങ്ങേക്ക് ആകർഷണമുണ്ട്. വയസ്സായതിന്റെ വാർദ്ധക്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അങ്ങയിൽ കാണുന്നുണ്ട്. എന്നിട്ടും അങ്ങ് ഇവിടെ വിട്ടു പോകുന്നില്ല. എല്ലാവരും പോയി, ഇനി ആരുമില്ല. കുട്ടികൾ എല്ലാവരും മരിച്ചു, മക്കളെല്ലാവരും മരിച്ചു. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങളൊരു കൃപണനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പോയിക്കോളൂ, ഇനി സമയമില്ല നിങ്ങൾക്ക് പാഴാക്കാൻ എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ധൃതരാഷ്ട്രർ ഈ ഒരു ഉപദേശം ഇത്രയും കാലം അല്ലെങ്കിൽ ഇതിനു മുമ്പും ഉപദേശിച്ചപ്പോൾ അദ്ദേഹം കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അത് അദ്ദേഹം കേൾക്കാൻ പോകുന്നു. വിദുരർ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ധൃതരാഷ്ട്രവും ഗാന്ധാരിയും വിദുരരും എല്ലാവരും തന്നെ അവിടെ നിന്ന് പോകുന്നു. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 29. ഏവം രാജ വിദുരേണാനുജേന പ്രജ്ഞചക്ഷുർബോധിത അജാമിഡാഃ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢഹിംനോ നിശ്ചക്രാമ ഭ്രാതൃ സന്ദർശിതാത്വ. ഒരു പ്രാവശ്യം വായിക്കാം. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, ഞാനൊന്നും കൂടെ വായിക്കട്ടെ ശരിയായിട്ട്. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞചക്ഷുർബോധിത ആജമീഡഃ ചിത്വാ ശ്വേഷു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രാമ ഭ്രാതൃ സന്ദർശിതാത്വ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഢാം ചിത്വാ സേതു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രാമാഭ്രാത് സന്ദർശിതാത്വാ. വിവർത്തനം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. അപ്രകാരം അന്തർമുഖമായ ജ്ഞാനത്താൽ അല്ലെങ്കിൽ പ്രജ്ഞ അചഞ്ചലമായ ബോധ്യമേർപ്പെട്ട അജമീഡവംശജനായ മഹാരാജാവ് ധൃതരാഷ്ട്രർ തന്റെ ദൃഢനിശ്ചയത്താൽ കുടുംബസ്നേഹത്തിന്റെ ഗാഠബന്ധത്തെ തൽക്ഷണം ഛേദിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ അനുജനായ വിദുരരുടെ നിർദ്ദേശപ്രകാരം മോക്ഷമാർഗത്തിൽ ചരിക്കുവാനായി ഉടൻ തന്നെ കൊട്ടാരം ഉപേക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഏവം രാജ വിദുരേണാനുജേന. ധൃതരാഷ്ട്രരുടെ അനുജനാണ് വിദുരര്. വിദുരരുടെ ഉപദേശം ധൃതരാഷ്ട്രർ കേൾക്കുന്നു. അപ്പോൾ വിദുരരുടെ വാക്കുകൾ ഇപ്രാവശ്യം ധൃതരാഷ്ട്രരുടെ ഹൃദയത്തിൽ അത് ശരിക്കും പതിയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഒരു കുടുംബ ബന്ധങ്ങൾ അദ്ദേഹത്തെ ഒരുപാട്, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് അദ്ദേഹം അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് നിശ്ചയിച്ചു അദ്ദേഹം ഇറങ്ങുന്നു.
അദ്ദേഹം വീട് വിട്ട് പോന്നു, അല്ലെങ്കിൽ രാജ്യം വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏത് പാതയിലാണ്, എങ്ങോട്ടാണ് പോകുന്നത്? മുക്തിയുടെ പാത അന്വേഷിച്ചു പോകുന്നു. വിതുരർ ഓൾറെഡി പറയുന്നുണ്ട് അദ്ദേഹത്തിനോട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതനുസരിച്ച് അദ്ദേഹം രാജ്യമെല്ലാം ഉപേക്ഷിച്ച്, എല്ലാവരെയും ഉപേക്ഷിച്ച് അദ്ദേഹം യാത്രയാവുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ചൈതന്യ മഹാപ്രഭു പല സ്ഥലങ്ങളിലായി പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലും, ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം മഹാപ്രഭു എപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്തരോടും പാർഷദരോടും പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാധുസംഘത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ശുദ്ധഭക്തരുമായിട്ടുള്ള സംഘത്തെക്കുറിച്ച്. സാധുസംഘ സർവശാസ്ത്രക്കായി ലവമാത്ര സാധുസംഘ സർവസിദ്ധിഹായ്. ചൈതന്യ മഹാപ്രഭു സാധുസംഘത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ചൈതന്യ ലീലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഒരുപാട് ലീലകളുണ്ട്. ചൈതന്യ ചരിതാമൃതമാണെങ്കിലും ചൈതന്യ ഭാഗവതമാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും സാധുസംഘത്തിന്റെ പ്രാധാന്യം. ഹരിദാസ് ഠാക്കൂറിന്റെ ലീലയിലുണ്ട്, അതേപോലെ മൃഗാരിയുടെ ലീലയുണ്ട്, അല്ലെ? മൃഗാരിയുടെ ലീലയിൽ നമുക്കറിയാം, നാരദമുനിയുടെ ആ സംഘം കിട്ടുമ്പോൾ മൃഗാരി അദ്ദേഹം ഭക്തനായി മാറുന്നു. ലക്ഷഹീര എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീ ശ്രീല ഹരിദാസ് ഠാക്കൂറിന്റെ സംഘത്തിലൂടെ പരിശുദ്ധ ഭക്തയായി മാറുന്നു, ഹരിദാസിയായി മാറുന്നു. പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് ഭാഗവതത്തിൽ നളകുബേരൻ മണിഗ്രീവന്റെ കഥ കണ്ടിട്ടുണ്ട്. അവിടെ ശ്രീപാദ് നാരദമുനിയുടെ അനുഗ്രഹം കൊണ്ട്, അത് ഒരു ശാപമായിരുന്നില്ല, ശാപം ആയി തോന്നുമായിരിക്കാം പുറമെ, എന്നാൽ അനുഗ്രഹമായിരുന്നു. നാരദമുനിയുടെ അനുഗ്രഹത്താൽ അവർക്ക് ഭഗവാൻ ദാമോദറിനെ നേരിട്ട് കാണുവാനും നന്ദമഹാരാജന്റെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ വീട്ടിലെ 2 മരങ്ങളായി മാറുവാനും, പിന്നീട് ഭഗവാൻ കൃഷ്ണന്റെ കൈകൾ കൊണ്ട് അദ്ദേഹം തന്നെയാണ് മുകുന്ദൻ അവർക്ക് മുക്തി കൊടുക്കുന്നതും. ഇതെല്ലാം സാധുസംഘത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ശീല പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധുസംഘം ഒരുപാട് ശക്തിയുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു അവസരം പാഴാക്കാതിരിക്കണം എന്നുള്ളത്. ശീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലെ കാര്യം പറയുന്നു. ശീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദിന്റെ ആ ഒരു സംഘം അദ്ദേഹത്തിന് ആദ്യം കിട്ടുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പ്രഭുപാദ് പറയുന്നത്. വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജനെ തുടക്കത്തിൽ അദ്ദേഹം കാണുന്നത്. ആദ്യത്തെ കണ്ടുമുട്ടലിൽ, ആദ്യത്തെ ഒരു മീറ്റിംഗിൽ സംഭവിക്കുന്ന വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രഭുപാദ് പറയുന്നു, ആ ഒരു മീറ്റിംഗിൽ തന്നെ കാര്യങ്ങൾ തെളിയുന്നു. അന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ, അന്ന് ആ ഒരു മീറ്റിംഗിൽ തന്നെ പ്രഭുപാദിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അന്ന് ദീക്ഷ എടുത്തിട്ടില്ല, പ്രഭുപാദ് വന്നിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് കാണുവാണ് ചെയ്യുന്നത്. കണ്ടപ്പോൾ പറയുന്നു, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് പറയാനും എഴുതുവാനും സംസാരിക്കുവാനും പറ്റുന്ന ഒരു ആളാണ് നിങ്ങൾ. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം നിങ്ങൾ ഇംഗ്ലീഷിൽ ഭാവാർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രചരണം ചെയ്യണം എന്നുള്ളത്, പുസ്തകം എഴുതണം എന്നുള്ള ഇൻസ്ട്രക്ഷനും പ്രചരണം ചെയ്യണം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു മീറ്റിംഗിൽ തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ശീലപ്രഭുപാദിന് അന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് ഗുരുവിനെ കാണുന്നത്, സരസ്വതി ഠാക്കൂറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിനും ആ പൂർണ്ണമായിട്ടൊരു കൺവിക്ഷൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം, സംഘത്തെക്കുറിച്ച്, സാധുസംഘം കിട്ടിയതിനെ കുറിച്ച് ഓർക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുന്നു. ആ നിമിഷം മുതൽ ശീല പ്രഭുപാദിന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പ്രഭുപാദ് നമുക്ക് ഈ ഒരു ഭാഗവതം പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെയും തുടക്കം അങ്ങനെയാണ്. അപ്പൊ പ്രഭുപാദ് പറയുന്നു, എന്റെ ജീവിതത്തിൽ ആ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രഭുപാദ് ഉണ്ടായിരുന്ന സമയമാണ്. ആ സമയത്താണ് ശീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദിനെ കാണുന്നതും അവിടെ നിന്ന് ഇങ്ങനൊരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്. ഇന്ന് നമ്മൾ ഭാഗവതം പഠിക്കുന്നതിന്റെ കാരണം ആ ഒരു കാര്യം അന്ന് നടന്നുകൊണ്ടാണ്.
ആ ഒരു കാര്യം പ്രഭുപാദ് ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നീട് ശീല പ്രഭുപാദ് വീണ്ടും വിതുരരെ കുറിച്ച് പറയുന്നു. വിതുരരുടെ ആ സംഘം കൊണ്ട്, അസോസിയേഷൻ കൊണ്ട് ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കുന്നു. ഇല്ലെങ്കിൽ ധൃതരാഷ്ട്ര ഇനിയും ഒരുപാട് കാലങ്ങൾ അദ്ദേഹം സമയം പാഴാക്കി കളഞ്ഞേനെ. എന്നാൽ വിതുരര് ധൃതരാഷ്ട്രർക്ക് വേണ്ടി മാത്രമാണ് തിരിച്ചു വരുന്നത്. ആ സാധുവിന്റെ അല്ലെങ്കിൽ ഭക്തരുടെ മനസ്സങ്ങനെയാണ്, അവരുടെ കാരുണ്യം അങ്ങനെയാണ്. അവർക്ക് എല്ലാവരുടെയും ക്ഷേമം അവര് നോക്കുന്നു. അദ്ദേഹത്തിന് അറിയാം, എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ ഭൗതികമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റുകളിൽ ആസക്തിയാണ് അദ്ദേഹത്തിന്. എല്ലാത്തിനോടും, സ്ഥാനത്തോടും രാജ്യത്തോടും എല്ലാത്തിനോടും അദ്ദേഹത്തിന് ഒരു ആസക്തിയുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് പോവേണ്ട സമയം അതിക്രമിച്ചു. എന്നിട്ടും അദ്ദേഹം പോകുന്നില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് നല്ല വഴി കാണിച്ചു കൊടുത്തിട്ടേ ഞാൻ പിന്തിരിയുള്ളൂ. അദ്ദേഹം ധൃതരാഷ്ട്രരോട് അല്ലെങ്കിൽ വിതുരര് അങ്ങനെ ഒരു ദൃഢമായിട്ടുള്ള ഒരു നിശ്ചയം എടുത്തതിന് ശേഷമാണ് പിന്നീട് തിരിച്ചു വരുന്നതും ധൃതരാഷ്ട്രം ഉപദേശിക്കുന്നു. കാര്യം ഒരിക്കൽ അദ്ദേഹം പോയതാണ്. പിന്നീട് വരാനുള്ള കാരണം ധൃതരാഷ്ട്രർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ പ്രഭുപാദ് അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ശില പ്രഭുപാദ് പറയുന്നത്, വീണ്ടും ഒരു കാര്യം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല വരിഷ്ഠരായിട്ടുള്ള ഭക്തരുമായിട്ടുള്ള സംഘമാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള സത് സംഘം നമുക്കുണ്ടാവണം. മറ്റുള്ള എല്ലാ തരത്തിലുള്ള അസത് സംഘവും ഉപേക്ഷിക്കണം. അസത് സംഘ ത്യാഗ വൈഷ്ണവാചാർ മഹാപ്രഭു പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ. അസത് സംഘ ത്യാഗ, അസത് സംഘത്തെ ത്യജിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപദേശാമൃതത്തിൽ രൂപഗോസ്വാമി 2 ശ്ലോകങ്ങളിലും പറയുന്നു, ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന സംഘത്യാഗോ എന്ന് പറയുന്നുണ്ട്. അടുത്ത വേറെ ശ്ലോകത്തിൽ ജനസംഘ എന്ന് പറയുന്നുണ്ട്. രണ്ടിലും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംഘം, അസത്സംഘം വേണ്ട എന്നുള്ളതാണ്. അസത്സംഘം വേണ്ട, നല്ല സംഘം വേണം എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഭക്തി ജീവിതത്തിൽ ഭക്തരുമായിട്ടുള്ള ഒരു സംഘം ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ നമ്മൾ വീണു പോവും എന്നുള്ളതിന് നോക്കിയാൽ മതി. എപ്പോൾ വേണമെങ്കിൽ വീഴാം, ഉടനെ തന്നെ വീഴും. സമയമൊന്നും അധികം എടുക്കില്ല. കാര്യം അത്രമാത്രം അങ്ങനെയുള്ളൊരു പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ശീല പ്രഭുപാദ് പറയാറുണ്ട്, ആചാര്യന്മാര് പറയാറുണ്ട്, ഒരു ബ്ലേഡിന്റെ മുകളിലൂടെ നടക്കുന്ന പോലെയാണ് ഈ ഒരു നമ്മൾ നടക്കുന്നത്. കാര്യം എപ്പോ വേണമെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും മുറിയാം. ബ്ലേഡ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെ? പക്ഷെ ആ ബ്ലേഡ് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, വേണ്ട രീതിയിൽ അതിനെ നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ആ ബ്ലേഡ് നമ്മളെ ജീവൻ എടുക്കാനും സാധിക്കുന്നു. അത്രമാത്രം അതിന്റെ ഒരു ഫങ്ഷൻ അങ്ങനെയാണ്. അപ്പോൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, ശ്രദ്ധയോടുകൂടി നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അപകടത്തിന് കാരണമാകുന്നു. അതേപോലെയാണ് നമ്മുടെ ഈ ഒരു ജീവിതം, ഭക്തി ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് അപകടങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അത് മായ പല രീതിയിലും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പല രീതിയിലും നമ്മൾ അപകടങ്ങളും മുന്നിൽ നിൽക്കുന്നപ്പോൾ വേണ്ട പോലെ ജാഗ്രതയില്ലെങ്കിൽ, നമുക്ക് ശ്രദ്ധയില്ലെങ്കിൽ, ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എപ്പോൾ വേണമെങ്കിലും വഴിമാറാനുള്ള സാധ്യത കൂടുതലാണ്. സംഘം ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. മായ നമ്മളെ പല രീതിയിലും അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് നാമം ചൊല്ലുന്ന സമയത്ത്, ആ സമയത്ത് പോലും മായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മൊബൈലിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ബാക്കിയുള്ള സമയം, നാമം ചൊല്ലാനിരിക്കുമ്പോഴത്തെ അവസ്ഥ അതാണെങ്കിൽ ബാക്കിയുള്ള സമയത്തെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഒരു അവസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, മായ നമ്മുടെ ശത്രുവല്ല. പക്ഷെ നമ്മളെ തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മളെ മെച്ചുവർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി, ആ ഒരു പ്യൂരിറ്റി നമുക്ക് ആവശ്യമാണ്.
ആ ഒരു പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധി നമുക്ക് ആവശ്യമാണ്. അതിലൂടെ അവിടേക്ക് എത്തണമെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ നടത്തണം. ഇപ്പൊ ഒരു മരക്കഷ്ണം എടുത്ത് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ഒരു കാർപ്പൻറ്റർ, ഒരു ആശാരി ആ മരക്കഷ്ണം എടുത്ത് ഒരു ശില്പി ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ശില്പി ആ മരക്കഷ്ണം കാണുമ്പോൾ മരക്കഷ്ണമാണ്, പക്ഷെ ആ ശില്പി എത്രമാത്രം അതിനെ പല രീതിയിലൂടെ കട്ട് ചെയ്തും പല രീതിയിലൂടെ അതിനെ ഷേപ്പ് ചെയ്തും ഒക്കെയാണ് ശില്പി ഒരു എന്തെങ്കിലും ശില്പം ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പോൾ ആ മരക്കഷ്ണത്തിന് ഒരുപാട് അതായത് മുറിവുകളും, അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ പറയുവാണെങ്കിൽ കത്തിയും വെട്ടുകത്തിയോ അല്ലെങ്കിൽ എന്താണ് ഉപയോഗിച്ചിട്ടോ, മെഷീൻസ് ഉപയോഗിച്ചിട്ടോ, അങ്ങനെ പല രീതിയിലും അതിനെ നമ്മൾ അല്ലെങ്കിൽ ശില്പി അതിനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. മരമാണെങ്കിലും ഇനി കല്ലിന്റെ ശില്പിയാണെങ്കിലും കല്ലിൽ നിന്ന് കൊത്തിയെടുക്കുന്ന മൂർത്തിയാണെങ്കിലും ഒരുപാട് അതിൽ വർക്കുണ്ട്. മുറിക്കുന്നുണ്ട്, വെട്ടുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം ഔട്ട്പുട്ട് എന്താണ്? അവസാനം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഭംഗിയുള്ള മൂർത്തിയാണ്, അല്ലെ? ഭംഗിയുള്ള ശില്പമാണ്. അതേപോലെയാണ് പല രീതിയിലൂടെ മായയുടെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് അപകടമാണ് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭഗവാന്റെ പാദങ്ങൾ മുറുക്കെ പിടിക്കുകയാണെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മൾ അവസാനം നല്ല ഒരു ശില്പി അവസാനം ഒരു ശില്പത്തെ കല്ലിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ, അല്ലെങ്കിൽ കല്ലിൽ നിന്ന് കൊത്തിയെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ഭംഗിയുള്ള ഒരു മൂർത്തി ഉണ്ടാക്കുന്നത് പോലെ നമ്മളും ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ഒരു ഭക്തനായി മാറും. അപ്പോൾ അതിലേക്ക് ഒരുപാട് ടെസ്റ്റിങ്ങും എക്സ്പെരിമെന്റും ഒരുപാട് സംഭവങ്ങളും ഉണ്ടാവും. നമ്മൾ ധൈര്യം വിടാതെ ക്ഷമയോടുകൂടി സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ പറയുന്നതനുസരിച്ച്, ശാസ്ത്രങ്ങൾ പറയുന്ന പോലെ, ഗുരുജനങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. സംഘം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇവിടെ മൃഗാരിയും ലക്ഷഹീരിയും ഒക്കെ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നല്ലവരായിട്ടുള്ളവരാണ്. നല്ല സംഘം കിട്ടിയപ്പോൾ, സംഘം ഇല്ലാതെ ദുഷിച്ച സംഘത്തിലൂടെ അതായത് തകർന്ന ആളുകളും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. പാജാമിളിന്റെ കഥ എടുക്കുകയാണെങ്കിൽ ദുഷിച്ച സംഘത്തിലൂടെ അദ്ദേഹം തകരുന്നു, അദ്ദേഹത്തിന് വീഴ്ച സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. ഇനി ഭരത് മഹാരാജന്റെ സംഘം ഒരു ദുഷിച്ച സംഘത്തിലല്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് സാധുസംഘം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ മാൻകുട്ടിയോടുള്ള അറ്റാച്ച്മെന്റ് ആണ് വന്നത്. അപ്പോൾ ഭരത് മഹാരാജനെ നോക്കുമ്പോൾ അദ്ദേഹം പ്രേമ അല്ലെങ്കിൽ ഭാവഭക്തിയിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അത്രയും ഒരു ഹൈ ക്ലാസ് ഒരു ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു വീഴ്ച സംഭവിക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ അപരാധങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനർത്ഥങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടോ ദോഷം കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല. അദ്ദേഹം ആ ഒരു ഭാവഭക്തിയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അനർത്ഥങ്ങളൊന്നും ഇനിയില്ല. പക്ഷേ മായ എന്നിട്ടും അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് അനർത്ഥങ്ങളുണ്ട്. കാമക്രോധ ലോഭമോഹ മത മത്സര്യം. മായയ്ക്ക് എളുപ്പമാണ്. ഇതിലൂടെയെങ്കിലും കടന്നു വന്നാൽ നമ്മളെ പിടിക്കും. അഹംഭാവം ചിലപ്പോൾ അഹംഭാവം വരാൻ വേണ്ടി എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടാവും. ദേഷ്യം വരാനുള്ള അവസരം, കാമം, ആസക്തി, അതായത് എല്ലാത്തിനോടുള്ളൊരു അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഉള്ളൊരു വല്ലാത്തൊരു അഭിനിവേശം. അങ്ങനെ ഈ കാമക്രോധ ലോപമോഹം മത മത്സരി എന്ന് പറയുന്ന അനർത്ഥങ്ങളിലൂടെ മായയ്ക്ക് എളുപ്പമാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ, വളരെ എളുപ്പമാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ അറ്റാക്ക് ചെയ്യാനും മായയ്ക്ക് സാധിക്കും. അതാണ് മായ, ഭഗവാന്റെ. അതുകൊണ്ടാണ് ദേവിഹിയേഷ ഗുണമയി മമ മായ ദുരത്യയ. എളുപ്പമല്ല എന്ന് ഭഗവാൻ പറയുന്നതിന്റെ കാരണം അതാണ്. എളുപ്പമല്ല. ഭരത് മഹാരാജാവിനെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ സദ്ഗുണത്തിലൂടെ, അദ്ദേഹത്തിന്റെ സത്വഗുണത്തിലൂടെ. അദ്ദേഹത്തിന് കരുണ എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഭക്തനാണ്. അതുകൊണ്ട് ആ മൃഗം, പാവം, അതിനോട് ഒരു പാവം തോന്നുന്നു, ഒരു കാരുണ്യം തോന്നുന്നു. ആ കാരുണ്യത്തിലൂടെ, പക്ഷേ അദ്ദേഹത്തിന് അത്
ശരീര ബോധത്തിലുള്ള ഒരു കാരുണ്യമാണായിരുന്നു അദ്ദേഹത്തിന് ആ മാനിനോട് തോന്നിയത്. എന്നാൽ അതിലൂടെ മായ എൻ്റർ ചെയ്തു. അപ്പൊ നമുക്ക് സത്വഗുണത്തിലൂടെ മായക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് നമുക്കറിയാം. 2 ജന്മം കൂടെ അദ്ദേഹത്തിന് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതാണ് ഭരത മഹാരാജന്റെ അവസ്ഥ എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അകത്തോട്ട് മായയ്ക്ക് പ്രവേശിക്കാൻ സത്വഗുണത്തിലൂടെ വരേണ്ട ആവശ്യമില്ല. അത്രമാത്രം അനർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ പറയുകയാണ് എവിടെയോ ആണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ, സംഘമില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഭരത് മഹാരാജന് ഒരു പ്രശ്നം കൂടെ സംഭവിച്ചത്, അദ്ദേഹത്തിന് ചെറിയൊരു ഡീവിയേഷൻ തോന്നി തുടങ്ങിയപ്പോൾ, തുടക്കത്തിൽ അദ്ദേഹം മാനിനെ കൊണ്ടുവന്നു സംരക്ഷിച്ചു. എന്നാൽ തുടക്കത്തിൽ അദ്ദേഹം അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്ത് അതിനെ വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം വിടുന്നില്ല. അദ്ദേഹത്തിന് അതിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുവാണ്. ആ സമയത്ത് അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു സംഘം ഉണ്ടായിരുന്നില്ല. സാധു സംഘം അദ്ദേഹം എടുത്തില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചെറിയൊരു മാറ്റം, ഒരു ഭക്തൻ, നമുക്ക് ഓരോരുത്തർക്കും ഭക്തിയിൽ ചെറിയൊരു വ്യത്യാസങ്ങളോ ചെറിയ മാറ്റങ്ങളോ എന്തെങ്കിലും ഒരു, അതായത് ശരിയാവുന്നില്ല, കുറച്ച് ദിവസമായിട്ട് സാധനം ശരിയാവുന്നില്ല, കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു, ശരിയാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രവണത ഉള്ളിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ രജോ ഗുണം തമോ ഗുണം നമുക്ക് കൂടുതലായിട്ട് ഒരു തോന്നുന്നു ഉള്ളിൽ, കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ തോന്നുന്നു. ഇങ്ങനെയുള്ള പല ഇൻഡിക്കേഷൻസും നമുക്ക് കിട്ടുമ്പോൾ ഉടനെ തന്നെ സാധുവിന്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഗുരുവിനെ അപ്രോച്ച് ചെയ്യണം. ദീക്ഷാ ഗുരുവാണെങ്കിലും ശിക്ഷാ ഗുരുവാണെങ്കിലും ആരാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഭക്തിയിൽ, അവരുടെ ഹെൽപ്പ് എടുക്കണം. എന്നിട്ട് പറയണം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ, എനിക്ക് എന്തോ ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ ശരിയാവുന്നില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഹെൽപ്പ് എടുക്കണം. പക്ഷെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, സാരമില്ല നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഈ ഒരു ഇൻഡിക്കേഷൻ കിട്ടുമ്പോഴും നമ്മൾ അതിനെ മാറ്റിക്കളയുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ റിജക്ട് ചെയ്യുവാണെങ്കിൽ, എന്നിട്ട് നോക്കാം തനിയെ തന്നെ അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ സാരമില്ല കുറച്ചുകൂടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ സമയം ഒരുപാട് മുന്നോട്ട് പോവും. മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആ ഒരു വീഴ്ചയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡൗട്ടുകളോ ഇൻഡിക്കേഷനോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭക്തരുടെ ഒരു സംഘം അല്ലെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു അഡ്വൈസിനോ ഒരു സജഷനോ നമ്മൾ പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് തകർച്ച സംഭവിക്കും. ഭരത് മഹാരാജിൽ നിന്ന് അതും പഠിക്കാം. അദ്ദേഹത്തിന് ഡീവിയേഷൻ തോന്നിയപ്പോൾ ഉടനെ അദ്ദേഹം കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, മാനിനെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കാട്ടിൽ സാധു ജനങ്ങളുടെ കുറവൊന്നുമില്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരുപാട് സാധുക്കളുണ്ട്. കാര്യം അദ്ദേഹം പിന്നീട് മാനായി ജനിച്ചപ്പോൾ അദ്ദേഹം ഈ പറയുന്ന യോഗികളുടെയും സാധുക്കളുടെയും, കാട്ടിലുള്ള സാധുക്കൾ, ഭജൻ ചെയ്യുന്ന സാധുക്കളുടെ ഭജൻ കുട്ടീറിന്റെ മുമ്പിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ മാൻ വേറെ എവിടെയും പോവില്ല, അവര് കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ കാട്ടിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സംഘം കിട്ടിയേനെ, പക്ഷെ അദ്ദേഹം അത് സംഭവിച്ചില്ല. ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്, അത് വേറെ കാര്യം. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ വലിയ തത്വം എന്നാലും പറയുവാണ്, നമ്മൾക്ക് അതിൽ നിന്ന് എന്ത് ലെസൺ ആണെന്നുള്ളത്. അപ്പോൾ ഇൻഡിക്കേഷൻ കിട്ടുമ്പോൾ ഉടനെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ മായ പിന്നെ വല്ലാതെ നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒട്ടകത്തെ മരുഭൂമിയിലൂടെ തണുപ്പ് സമയത്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെയാവും ഒരു ദിവസം നമ്മൾ പുറത്തും ഒട്ടകമകത്തും എന്നുള്ള അവസ്ഥയിലായിരിക്കും. നല്ലതെല്ലാം പോകുന്നു, ചീത്തയെല്ലാം ഉള്ളിൽ കയറുന്നു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സാധുസംഘത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ചർച്ച ചെയ്തെന്ന് മാത്രം. ഇത് നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുറിച്ച് കേട്ടാലേ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമാണ് ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. 30ാമത്തെ ശ്ലോകം. പതിം പ്രയത്നാം സുബലസ്യ പുത്രി
पतिव्रतचानुजगाम साध्वी हिमालयं न्यस्तदण्डप्रहर्षम् मनस्विनाम् इव सत्सम्प्रहार. പ്രഭു കരേശനാം പ്രഭു. ശ്ലോകം 30 പതിപ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാചാനുജഗാമ സാധി ഹിമാലയം ന്യസ്തദണ്ഡപ്രഹർഷം മനസ്സിനാമീവ സൽസംപ്രഹാര. വിവർത്തനം ശ്രീല പ്രഭു ആദർ കി ജയ്. കണ്ടഹാറിലെ അഥവാ ഗാന്ധാരം സുബല രാജാവിന്റെ പുത്രിയായിരുന്നു സുശീലയും പതിവ്രതയുമായ ഗാന്ധാരി. ശത്രുവിൽ നിന്നുള്ള ഒരു നല്ല പ്രഹരം ശ്രേഷ്ഠ യോദ്ധാക്കൾക്ക് ആഹ്ലാദപ്രദമാണെന്നതുപോലെ സന്യാസദണ്ഡം സ്വീകരിച്ചവർക്ക് ആനന്ദദായകമായ ഹിമാലയ സാനുക്കളിലേക്ക് തന്റെ ഭർത്താവ് പോകുകയാണെന്ന് കണ്ട അവർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഹരേ കൃഷ്ണ. പതിവ്രതയായിട്ടുള്ള ഗാന്ധാരി ധൃതരാഷ്ട്രരെ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ ധൃതരാഷ്ട്രർ കഴിഞ്ഞ 29 ശ്ലോകത്തിൽ നമ്മൾ കാണുന്നു, അദ്ദേഹം വീട് വിട്ടു പോകുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഗാന്ധാരിയും പോകുന്നു. ഇവിടെ നമ്മൾ ശ്രീല പ്രഭുപാദ് ഗാന്ധാരിയെ കുറിച്ച് പറയുന്നുണ്ട്, ആരാണെന്നുള്ളത്. സുബല രാജാവിന്റെ മകളാണ് എന്നുള്ളതും ധൃതരാഷ്ട്രരുടെ ഭാര്യയാണെന്നുള്ളതും. വളരെ പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, പതിവ്രതയായിട്ടുള്ള ഒരു ഭാര്യയായിരുന്നു. ധൃതരാഷ്ട്രരുടെ കൂടെ തന്നെ എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഗാന്ധാരി. ഇവിടെ ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സീതാദേവിയും എങ്ങനെയാണോ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൂടെ പോയത്, സീതാദേവിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശ്രീരാമചന്ദ്ര ഭഗവാൻ വനവാസത്തിന് പോകുന്ന സമയത്ത്. എന്നാൽ സീതാദേവി പോന്നു. പതിവ്രതയായിട്ടുള്ള ലക്ഷ്മി ദേവിയാണ് സീതാദേവി. അപ്പോൾ പ്രഭുപാദ ആ ഒരു ഉദാഹരണം കൂടെ ഇവിടെ പറയുന്നു. അതേപോലെ തന്നെ എങ്ങനെയാണോ സീതാദേവി ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൂടെ പോകുന്നത്, അതേപോലെ ഗാന്ധാരിയും ധൃതരാഷ്ട്ര കാട്ടിലേക്ക് പോകുമ്പോൾ കൂടെ പോകുന്നു. അതാണ് പറയുന്നത്. പിന്നീട് പ്രഭുപാദ് സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വാനപ്രസ്ഥ ആ ഒരു സ്റ്റേജിൽ നമുക്ക് സാധാരണ ഇത് കാണാൻ സാധിക്കുന്നു. പതിവ്രതയായിട്ടുള്ള ഒരു ഭാര്യ ഒരു പക്ഷേ ഭർത്താവിന്റെ കൂടെ, ഭർത്താവ് വാനപ്രസ്ഥത്തിലേക്ക് കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് കൂടെ പോവാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഭാര്യ ഭർത്താവിനെ സേവിക്കുന്നു. കാര്യം അദ്ദേഹത്തിന്റെ മെഡിറ്റേഷനോ അല്ലെങ്കിൽ എന്താണോ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അതിൽ സഹായിക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുവാനും വേണ്ടി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ പോവാതെ ഇരിക്കാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ സന്യാസം എന്ന് പറയുന്ന സ്റ്റേജിൽ ഇത് സാധിക്കില്ല. സന്യാസിയുടെ കൂടെ, സന്യാസാശ്രമം എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യ അല്ലെങ്കിൽ വേറെ ആരും കൂടെ ഉണ്ടാവാൻ പാടില്ല. അതാണ് നിയമം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, ധൃതരാഷ്ട്ര പോയ പോലെ കാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകാനാണ്? നമ്മൾ അങ്ങനെ കാട്ടിലേക്ക് പോയി ഈ അഷ്ടാംഗ യോഗമൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ധൃതരാഷ്ട്ര അതാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം അന്നത്തെ കാലത്ത് ആ യുഗത്തിൽ ചെയ്യുമായിരുന്നു. ഒരുപാട് രാജാക്കന്മാർ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മാർഗം ഭക്തിയോഗമാണ്. ഭക്തിയോഗം ചെയ്താൽ മതി. ധൃതരാഷ്ട്രർ ചെയ്ത അഷ്ടാംഗയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ധൃതരാഷ്ട്രം ഗാന്ധാരിയും നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ഒരു സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അടുത്ത ജനറേഷനെ ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോവുക എന്നുള്ളതല്ല, പക്ഷെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ബാക്കിയുള്ള സമയം, പിന്നീടുള്ള സമയം മുഴുവനും, സമയവും നമ്മുടെ എല്ലാം, നമ്മുടെ ശക്തിയും അതായത് നമ്മുടെ ഊർജവും സമയവും പിന്നെ നമുക്ക് ഉള്ള എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും നോക്കണം. അത് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഏതെങ്കിലും പുണ്യസ്ഥലത്ത് താമസിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് തീരുന്ന ഒരു പ്രശ്നമില്ല. ഒന്ന് കഴിഞ്ഞ് ഒന്ന്
നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച്. ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയുടെയും റെസ്പോൺസിബിലിറ്റി, കുട്ടികൾ കോളേജിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ റെസ്പോൺസിബിലിറ്റീസ് അവിടെ തീരേണ്ടതാണ്. ഇനിയിപ്പോ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളവരെ അതുവരെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൺകുട്ടികളെ സംബന്ധിച്ച് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് പിന്നീട് ജോലിയായി ബാക്കി പിന്നെ അവർ നോക്കേണ്ട കാര്യമാണ്. ഇത്രയുമാണ് സാധാരണ ചെയ്യേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ വിവാഹം കഴിച്ചതിന് ശേഷം, കുട്ടികളായതിനു ശേഷം കുട്ടികളെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും ആളുകൾക്ക് വരുന്നു. അതിനുശേഷം കുട്ടിയെ നോക്കുന്നു, രണ്ടുപേരും ജോലിക്ക് പോകുന്നു, അങ്ങനെ പല സംഭവങ്ങളും. അങ്ങനെ പിന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോയി ഇനി അവരുടെ കല്യാണം കഴിഞ്ഞ് ഇനി അവരുടെ കുട്ടിയും കൂടെ ആവുന്നൊരു കാലം വരെ കാത്തു നിൽക്കുന്നൊരു ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയെല്ലാം നമ്മൾ അതിന്റെ പുറകിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഒരു മനുഷ്യജന്മം കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ആണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മൾ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ബന്ധങ്ങളിൽ നമ്മൾ കൂടുതൽ മുഴുകി ആ ബന്ധനങ്ങളിൽപ്പെട്ട് വീണ്ടും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അത് മനുഷ്യനായിട്ടാണോ മൃഗമായിട്ടാണോ എന്നുള്ളത് അറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് സമയം നമുക്ക് പാഴാക്കാനില്ല. സമയം അത്രമാത്രം നമ്മുടെ കയ്യിലില്ല. മറ്റുള്ള യുഗങ്ങൾ പോലെ ഇപ്പോൾ ദ്വാപരയുഗത്തിൽ 1000 വർഷങ്ങൾ നമുക്ക് ആയുസ്സുണ്ട്. ത്രേതായുഗത്തിൽ 10,000 വർഷത്തോളം ഏകദേശം ആയുസ്സുണ്ട്. സത്യയുഗത്തിൽ 1,00,000-ഓളം വർഷങ്ങൾ നമുക്ക് ജീവിക്കാം. എന്നാൽ കലിയുഗത്തിൽ 100 പറയുന്നു ആവറേജ്. പക്ഷെ ഇന്നത്തെ കാലത്ത് 70, 65, 70 ഒക്കെയാണ് മാക്സിമം. ഓൾറെഡി നമ്മൾ ഏകദേശം 50-60% ഒക്കെ കഴിഞ്ഞവരാണ്. അതിനും കൂടുതലുണ്ടെങ്കിൽ, അപ്പോൾ എന്താണെങ്കിലും 50% ക്രോസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇനി എവിടെയാണ് സമയം ഉള്ളത് നമുക്ക്? എപ്പോൾ വേണമെങ്കിലും അവസാനത്തെ പരീക്ഷ എഴുതേണ്ടി വരും നമ്മൾ. അപ്പോൾ ആ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ എടുക്കാതെ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കൈലാഷിന്റെ സ്റ്റോറി പറയുന്ന പോലെ അതേപോലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാര്യം? ഭാഗവതം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നു. ആചാര്യന്മാരും ഗുരുജനങ്ങളും കണ്ണുകൾ തുറപ്പിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെയും മറ്റുള്ള ശാസ്ത്രങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ആരുടെയും കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ഈ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോൾ, നമ്മുടെ ഭക്തിയിലുള്ള ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു സീരിയസ്നെസ്സും കൂടിയില്ലെങ്കിൽ കാര്യം വരുന്നില്ല. കൂടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുവാൻ വേണ്ടി നമ്മളെ നമുക്ക് പ്രചോദനം തരുവാൻ, ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി, എൻകറേജ് ചെയ്യാൻ വേണ്ടി ആണ് ഇതെല്ലാം ഭാഗവതത്തിൽ പറയുന്നത്. ശുകദേവ ഗോസ്വാമിയും വ്യാസദേവനും. ലീലകൾ ഒരുപാടും, ഭഗവാന്റെ ലീലകൾ നമ്മൾ ദശമസ്കന്ധത്തിലും, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരുടെ കുറെ ലീലകൾ വേറെയെല്ലാം, ഭഗവാന്റെ മറ്റുള്ള അവതാരങ്ങളിലെ ലീലകളൊക്കെ ഉണ്ട്. ലീലകളൊക്കെ കേൾക്കാൻ വളരെ രസകരമാണ്, സംശയമൊന്നുമില്ല. നല്ല സന്തോഷമാണ് കേൾക്കാൻ നല്ല സുഖമാണ്. വീണ്ടും വീണ്ടും കേൾക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നു. ലീലകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് കൂടുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ലീലകൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭാഗവതത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ലെസൺസ്. അപ്പൊ നമ്മൾ ലീലകൾ കേൾക്കണം, ലീലകളിലൂടെ ഭഗവാനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മൾക്ക് കൂടണം. ഭഗവാന്റെ നാമരൂപ ഗുണലീലകളോടുള്ള അറ്റാച്ച്മെന്റ് കൂടണം കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ. അതേ സമയത്ത് ഭഗവത്ഗീതയെല്ലാം നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഭഗവാന്റെ മാധുര്യം മാത്രം മനസ്സിലാക്കിയാൽ ആവുന്നില്ല. ബാക്കിയുള്ള ഭഗവാന്റെ മാധുര്യവും ഐശ്വര്യവും കൂട്ടത്തിൽ എന്താണോ നമ്മളെ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത്, എന്താണോ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്നുള്ളതും ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്, അതാണ് ശരിയായിട്ടുള്ള ഭാഗവത പഠനം. ലീലകൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പോൾ ഫിലോസഫി, നമ്മൾ തത്വങ്ങൾ പഠിക്കേണ്ടി വരും. അതിൽ പറയുന്ന ലെസൺസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും.
കൂട്ടത്തിൽ ലീലകൾ കേൾക്കണം. ഇതെല്ലാം കൂടി ആവുമ്പോൾ പാക്കേജാണ്, ഫുൾ പാക്കേജാണ്. അതാണ് ശരിക്കും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തകർന്നു പോകും, എവിടെയെങ്കിലും പല സമയങ്ങളിൽ തകർന്നു പോകും. പക്ഷെ ഈ ഒരു പാക്കേജോടുകൂടി ഈ എല്ലാ കാര്യവും നമ്മൾ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തത്വലീല പാഠങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു യാത്ര സുഖകരമായിരിക്കും, ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് വഴിയെല്ലാം മാറിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, 31. അജാതശത്രു കൃതമൈത്രോഹുതാഗ്നിർ വിപ്രാന്നത്വതിലഗോ ഭൂമിരുക്മൈ ഗ്രം പ്രവിഷ്ടോ ഗുരു വന്ദനായ ന ചാപശ്യത് പിതരൗ സൗബലീം ച. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. ഹരേ കൃഷ്ണ. ശ്ലോകം 31. ഹരേ കൃഷ്ണ. അജാതശത്രു കൃതമൈത്രോ ഹുതാഗ്നി വിപ്രാന്നത്വതിലഗോ ഭൂമിരുക്മൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യത് പിതരൗ സൗബലിം ച. ഹരേ കൃഷ്ണ. വിവർത്തന ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. അജാതശത്രുവായ മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ ദിവസേനയുള്ള പുലർകാല കടമകളായ പ്രാർത്ഥന, അഗ്നിയജ്ഞം, സൂര്യദേവ ആരാധന, ധ്യാനങ്ങൾ, ഗോക്കൾ, ഭൂമി, സ്വർണം എന്നിവ പ്രണാമങ്ങളോടെ ബ്രാഹ്മണർക്ക് അർപ്പിക്കുക എന്നിവ അനുഷ്ഠിച്ച ശേഷം മുതിർന്നവരെ വന്ദിക്കുവാനായി കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. എന്നാൽ അദ്ദേഹത്തിന് തന്റെ പിതൃ സഹോദരന്മാരെയോ സുബല രാജാവിന്റെ പുത്രിയായ വല്യമ്മയെയോ അവിടെയെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന് എല്ലാ ക്ഷത്രിയ രാജാക്കന്മാർക്കും അവർക്ക് എല്ലാ ദിവസവും ഡ്യൂട്ടീസ് ഉണ്ട്. ഇവിടെ പറയുന്ന എല്ലാം ഡ്യൂട്ടികളാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ട ഡ്യൂട്ടികളാണ്. കാലത്ത് പ്രാർത്ഥന, ബാക്കി ജപം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതെല്ലാം ചെയ്യുന്നു. കൂട്ടത്തിൽ യജ്ഞങ്ങൾ ചെയ്യാനുണ്ട്, സൂര്യദേവനെ പ്രണാമം സമർപ്പിക്കാനുണ്ട്. പിന്നെ അതേപോലെ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം. ഇതെല്ലാം കാലത്ത് അല്ലെങ്കിൽ തുടക്കത്തിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം യുധിഷ്ഠിര മഹാരാജാവ് വളരെ ഭംഗിയായി ഫോളോ ചെയ്തിരുന്നു. ക്ഷത്രിയ ധർമ്മത്തിന്റെ ഭാഗമാണ്. യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയുള്ള കാലത്തുള്ള ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നെ അതില് വേറൊരു ഭാഗമാണ് മുതിർന്ന ആളുകളുടെ അവരെ കണ്ട് അവരെ പ്രണാമം അർപ്പിക്കുക എന്നുള്ളത്. ആ കാര്യത്തിനായി ധൃതരാഷ്ട്ര അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ധൃതരാഷ്ട്രം ഗാന്ധാരിയും വിദുരരെയും കാണാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ ആരും ഇല്ല, ആരെയും കാണുന്നില്ല. ഇവിടെ ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ്. പ്രഭുപാദജി പറയുന്നു, ഭാവാർത്ഥത്തിൽ ഒരു ഗൃഹസ്ഥന്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുവാണ്. പ്രത്യേകിച്ചും ക്ഷത്രിയനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിന്റെ ഡ്യൂട്ടീസ് ആണ് ഇതെല്ലാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതേപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇതെല്ലാ ദിവസവും ക്ഷത്രിയര് രാജാക്കന്മാര് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്ന പോലെ ഡെയിലി നമ്മൾ അത് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇതിലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ അഗ്നി യജ്ഞങ്ങളൊന്നും ഹോമങ്ങളോ അല്ലെങ്കിൽ യജ്ഞങ്ങളോ ഒന്നും ചിലപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് യുധിഷ്ഠിര മഹാരാജാവ് ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ലതല്ല. പക്ഷെ ഒരു ഗൃഹസ്ഥനാവുമ്പോൾ, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ എന്നില്ല, ഏതാശ്രമത്തിലുള്ള ഒരാളാണെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള മിനിമം കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കാലത്ത് എഴുന്നേറ്റ് ഫ്രഷായി കുളിച്ചതിന് ശേഷം വിഗ്രഹങ്ങളുണ്ടെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുക, നമിക്കുക, പ്രണാമം അർപ്പിക്കുക, അതേപോലെ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് നാമം ചൊല്ലുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ പൂജ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതെല്ലാം മോർണിംഗ് നമ്മുടെ പ്രഭാത മംഗളാരതി അല്ലെ, പ്രഭാത് അത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹരകൃഷ്ണ പ്രസ്ഥാനത്തിൽ കാലത്ത് 4:30 തുടങ്ങുന്നു ആരതി. 2-3 മംഗളാരതി, നരസിംഹ പ്രണാമം, തുളസി ആരതി, അതിനുശേഷം പിന്നെ നാമജപമാണ്. നാമജപത്തിന് ശേഷം ഗുരുപൂജ എല്ലാം ഉണ്ട്. അതിനുശേഷം ഭാഗവതം. ഇതെല്ലാം മോർണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാം
നമുക്ക് അമ്പലത്തിൽ ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ വീട്ടിൽ 4:30 മുതൽ 9 മണി വരെ സമയം ഉണ്ടാവില്ല. പക്ഷെ എത്ര സമയമുണ്ടോ നമുക്ക് അത്രയും സമയം അല്ലെങ്കിൽ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള മിനിമം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കാലത്ത് സമയത്ത് ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത് ഡ്യൂട്ടി ആയിട്ട് എന്നുള്ളത് മാത്രമല്ല, അത് ആക്ച്വലി ഒരു ഭഗവാനോട് ചെയ്യുന്ന സർവീസും കൂടിയാണ്. നമ്മളൊരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ഗുരു പറഞ്ഞനുസരിച്ച് ചെയ്യണം, ഡ്യൂട്ടിയാണ് ഇത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഡ്യൂട്ടി ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. പിന്നീട് പതുക്കെ അത് ചെയ്യുന്നത് ഭഗവാന്റെ സന്തോഷത്തിന് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ വരും. അപ്പോൾ പിന്നെ ഇതെല്ലാം നാച്ചുറൽ ആവും നമ്മുടെ ജീവിതത്തിലെ. അതായത് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിന് കൂടുതൽ പ്ലാനിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല. കാലത്ത് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ചെയ്യുന്നു. എല്ലാവരും ചെയ്യും അല്ലേ? കാര്യം അത് ഹാബിറ്റായി. അതേപോലെ ഈ പറയുന്ന ഇതെല്ലാം നാമം ചൊല്ലുന്നതും ബാക്കിയുള്ള പൂജയും കാര്യങ്ങളും എല്ലാം ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ, ഹാബിറ്റ് ആവുമെന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അതങ്ങനെ നാച്ചുറലായി കാര്യങ്ങൾ നടക്കും. അപ്പൊ ഇതെല്ലാം ആവശ്യമാണ്. ഇപ്പൊ പ്രഭുപാദ് യുധിഷ്ഠിര മഹാരാജാവും ഈ ശ്ലോകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും വിദുരരെയും കാണാതായപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് ആകെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ചിന്ത വന്നു. ഇനി എന്താണ് നമുക്ക് നോക്കാം അദ്ദേഹം ചെയ്യുന്നത്. 32 തത്ര സഞ്ജയം ആസീനം പപ്രച്ഛോദ്വിഗ്നമാനസ ഗാവലഗണേ ക്വ നസ്താതോ വൃദ്ധോ ഹീനശ്ച നേത്രയോ. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. തത്ര സഞ്ചയം ആസീനം പ്രപ്രച്ഛോദിഗ്നമാനസഃ ഗാവൽഗണേ ക്വ നസ്താതോ വൃദ്ധോ ഹീനശ്ച നേത്രയോഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് ജയ്. ഉത്കണ്ഠാഭരിതനായ മഹാരാജാവ് യുധിഷ്ഠിരൻ അവിടെ ഉപവിഷ്ടനായിരുന്ന സഞ്ജയന്റെ നേർക്കു തിരിഞ്ഞ് ഇപ്രകാരം ആരാഞ്ഞു. അല്ലയോ സഞ്ജയ, വൃദ്ധനും അന്ധനുമായ നമ്മുടെ വലിയച്ഛൻ എവിടെയാണ്? ഹരേ കൃഷ്ണ. താങ്ക് യു. സഞ്ജയനോട് ചോദിക്കുന്നു. ധൃതരാഷ്ട്രരുടെ അസിസ്റ്റന്റ് ആണ് സഞ്ജയൻ. ഇവരെ കാണാതായപ്പോൾ ഉടനെ തന്നെ മഹാരാജ് യുധിഷ്ഠിരൻ സഞ്ജയന്റെ അടുത്ത് പോയി ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു, അവരൊക്കെ എവിടെ പോയി? ഇവിടെ പറയുന്നത് വൃദ്ധോ ഹീനശ്ച നേത്രയോ, വൃദ്ധനായിട്ടുള്ള പ്രായമായിട്ടുള്ള കണ്ണ് കാണാത്ത എന്റെ അങ്കിൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. താത്ത എവിടെയാണെന്ന് ചോദിക്കുന്നു. വൃദ്ധനായിട്ടുള്ള പ്രായമായിട്ടുള്ള എന്നും എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, അത് യുധിഷ്ഠിര മഹാരാജാവിന്റെ ഒരു കൺസേൺ ആണ് പറയുന്നത്. ഒരുപാട് പ്രായമായിട്ടുള്ളതാണ്, നമ്മൾ പറയില്ലേ സുഖമില്ലാത്ത ആളാണ്, എന്ത് സംഭവിച്ചു എന്നറിയില്ല, അതേപോലെ പറയുന്നതാണ്. കണ്ണ് കാണാത്ത ആളാണ്, എന്ത് സംഭവിച്ചു, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, ആ ഒരു വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. അല്ലാതെ ഇത് എടുത്തു പറയുന്നത് അദ്ദേഹത്തെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നതോ വൃദ്ധനാണ് അല്ലെങ്കിൽ അന്ധനാണ് എന്ന് പറയുന്നതല്ല. ആ ഒരു ഭാവം നമ്മൾ മനസ്സിലാക്കണം. വിഷമത്തോടു കൂടി ചോദിക്കുകയാണ്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത്. 33 സോറി. അംബാച ഹതാ പുത്രാർത്ഥ പിതൃവ്യാക്വഗതാ സുഹൃത് അപി മയി അകൃത പ്രജ്ഞേ ഹതബന്ധൂ സ ഭാര്യയാ ആശംസമാനശമലം ഗംഗായാം ദുഃഖിതോ പതത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
അംബാചാഹത പുത്രാർത്ഥ പിതൃവ്യാകോ ഗദാ സുഹൃത് അഭിമയേ അകൃത പ്രജ്ഞേ ഹതബന്ധു സഭാര്യയാ ആശംസമാനാശമലം ഗംഗായം ദുഃഖിത അപദത്. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. എന്റെ അഭ്യുദയകാംക്ഷികളായ ഇളയച്ചനും വിതുരർ തന്റെ എല്ലാ പുത്രന്മാരും മൃത്യുവിന് ഇരയാകിയാൽ അത്യന്തം കാതരയായ മാതാവ് ഗാന്ധാരിയും എവിടെയാണ്? സർവപുത്രന്മാരുടെയും പൗത്രന്മാരുടെയും മരണം നിമിത്തം എന്റെ വലിയച്ഛൻ ധൃതരാഷ്ട്ര ചൈതന്യം നഷ്ടപ്പെട്ട് അത്യന്തം മനോവ്യത അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അത്യന്തം നന്ദി കെട്ടവനാണ്. ആകയാൽ അദ്ദേഹം എന്റെ അപരാധങ്ങളെ ഗൗരവപൂർവമായി ഗണിച്ച് സ്വന്തം പത്നിയോടൊപ്പം ഗംഗാ നദിയിൽ പ്രാണത്യാഗം ചെയ്തുവോ? ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, അദ്ദേഹത്തിന് വിഷമമായി ധൃതരാഷ്ട്രയും ഗാന്ധാരിയും വിതുരരെയും കാണാതായപ്പോൾ. ഇനി മക്കൾ മരിച്ചതിന്റെ വിഷമത്തിൽ പോയതാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഇവിടെ വിതുരരെയും ആദ്യം തുടക്കത്തിൽ ചോദിക്കുന്നത് വിതുരരും, എന്റെ അഭ്യുദയകാംക്ഷിയായിട്ടുള്ള വിതുരരും ഗാന്ധാരി ദേവിയും എവിടെ പോയി? ഇനി ഗാന്ധാരി ദേവി അമ്മ മക്കൾ മരിച്ചതിന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നു. അതുപോലെ ധൃതരാഷ്ട്രർക്ക് മക്കളും അതേപോലെ കൊച്ചുമക്കളും ഒക്കെ ധൃതരാഷ്ട്രയും മരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷമമായി അവര് ഇറങ്ങിപ്പോയതാണോ എന്നുള്ളൊരു ചോദ്യം ആണ് ചോദിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, ഞാൻ ആക്ച്വലി നന്ദി കെട്ടവനാണ്, അതായത് ഞാൻ കാരണമാണ് ഇതെല്ലാം അവർക്ക് സംഭവിച്ചത് എന്നുള്ളൊരു ചിന്ത യുധിഷ്ഠിര മഹാരാജന് നേരത്തെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഭീഷ്മ പിതാമഹന്റെ ഉപദേശം കേൾക്കുന്നേക്കാൾ മുമ്പ്. അതിനുശേഷം അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നാലും ഇപ്പോൾ അദ്ദേഹത്തെ കാണാതായപ്പോൾ ആ ഒരു വ്യാകുലത കൊണ്ട് പറയുവാണ്, ഞാൻ അതൊക്കെ കുട്ടികൾ മക്കളുമെല്ലാം മരിച്ചതെല്ലാം ഓർത്തുകൊണ്ട് വിഷമമായിട്ട് പോയതാണോ? ഇതെല്ലാം, അതായത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് സീരിയസ് ആയിട്ട് എടുത്ത് എന്നിട്ട് ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി എങ്ങാനും പോയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് യുധിഷ്ഠിര മഹാരാജന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ സഞ്ജയനോട് പറയുന്നത്. ആക്ച്വലി എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ ഒരു വിഷമം കൊണ്ട് ചോദിക്കുകയാണ്. ശ്രീല പ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ, യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ ഒരു നല്ല മനസ്സ് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അതായത് ധൃതരാഷ്ട്രവും കുട്ടികളും മക്കളും ഇവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നമുക്കറിയാം. എന്നിട്ടും ധൃതരാഷ്ട്രോടുള്ള ഒരു ബഹുമാനവും ആദരവും യുധിഷ്ഠിര മഹാരാജന് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മക്കളെല്ലാവരും മരിച്ചു. യുധിഷ്ഠിര മഹാരാജാവാണ് ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. മാത്രമല്ല എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്തു. രാജാവിനെ പോലെ തന്നെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് അവരെ രണ്ടുപേരും. അതുകൊണ്ട് ഈ ഒരു അവരെ കാണാതായപ്പോൾ, കാര്യം യുധിഷ്ഠിര മഹാരാജാവിന്റെ ഉള്ളിൽ ഒരിക്കലും ഒരു ശത്രുതയില്ല ആരോടും. അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് നമുക്കറിയാം, അജാത ശത്രുവാണെന്നുള്ളത്. യുധിഷ്ഠിര മഹാരാജാവ് അവരെ അങ്ങനെ നല്ല ഭംഗിയായി നോക്കിയിരുന്നതാണ്. പക്ഷെ ആ യുധിഷ്ഠിര മഹാരാജാവ് അത്രയും കെയർ കൊടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുമ്പോൾ അദ്ദേഹത്തിനുള്ളിൽ വിഷമം തോന്നുവാണ്. ആർക്കാണെങ്കിലും സംഭവിക്കുന്നതാണ്, അല്ലെ? അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആദിയാണ് മനസ്സിൽ വരുന്നത്. 34 കൂടെ നോക്കാം. പിതരി ഉപരത്തെ പാണ്ഡൗ സർവാന സുഹൃദ ശിശൂൻ അരക്ഷതാം വ്യസനന്തഃ പിതൃഭ്യോ ക്വ ഗതൗ ഇത. ഹരേ കൃഷ്ണ പ്രഭു. ആയിക്കട്ടെ പ്രഭു. പിതൃപരത്തെ പാണ്ഡൗ സർവാന സുഹൃദ ശിശൂൻ അരക്ഷതാം വ്യസനത പിതൃവ്യൗകഗതാവിദഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്.
എന്റെ പിതാവ് പാണ്ഡു മരണമടഞ്ഞ് ഞങ്ങൾ ശിശുക്കളായിരുന്നപ്പോൾ ഈ ഇരു പിതൃസഹോദരന്മാരും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകി. അവർ സദാ ഞങ്ങളുടെ നല്ല അഭ്യുദയകാംക്ഷികളായിരുന്നു. അഹോ കഷ്ടം! ഇവിടെ നിന്നും അവർ എവിടേക്കാണ് പോയത്? ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവിന്റെ ചിന്ത നോക്കൂ. യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, എന്റെ അച്ഛൻ പോകുന്ന സമയത്ത് ഞങ്ങൾ വളരെ ചെറിയ കുട്ടികളായിരുന്നു. ആ സമയത്ത് എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ധൃതരാഷ്ട്രവും വിതുരരുമാണ് എന്നാണ് പറയുന്നത്. അവരെല്ലാവരും അവര് രണ്ടുപേരുമാണ് ഞങ്ങളെ രക്ഷിച്ചത്, ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. എന്ത് സംഭവിച്ചു? അഹോ കഷ്ടം! എന്ത് സംഭവിച്ചു അവർക്ക് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ നോക്കൂ, യുധിഷ്ഠിര മഹാരാജാവിന്റെ ഒരു മനസ്സ്. അദ്ദേഹത്തിന് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ, എല്ലാവരോടും കടപ്പാട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അത് മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ, അത് മാത്രമേ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളൂ. അതിമനോഹരം. അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യുധിഷ്ഠിര മഹാരാജാവ്. എല്ലാവരിലും നന്മ മാത്രം കാണുന്നു. ധൃതരാഷ്ട്രർ ചെയ്തിട്ടുള്ള തെറ്റുകൾ അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് പോലും ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല ധൃതരാഷ്ട്രർക്ക് തെറ്റുകൾ പറ്റി എന്നുള്ളതും. ദുര്യോധനന് തെറ്റുപറ്റി എന്ന് പറയുന്നു, ഒന്നും പറയില്ല. അദ്ദേഹം എല്ലാവരിലും നന്മ കാണുന്ന ഒരു വ്യക്തിയാണ്. യുധിഷ്ഠിര മഹാരാജാവ് നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാവരിലും നല്ലത്, എല്ലാവരിലും ഉള്ള നന്മ നമ്മൾ കാണാൻ പഠിക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നല്ലതുണ്ടെങ്കിലും കൂടുതൽ നമ്മൾ കാണുന്നത് ചീത്തയായിരിക്കും. അപ്പോൾ 99 നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഒരു ചീത്ത ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ 1% എന്താണോ അതാണ് നമ്മുടെ കണ്ണിൽ മുമ്പിൽ വരുന്നതും ചിന്തയിൽ മുമ്പ് വരുന്നതും. മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. മറ്റുള്ളവരിൽ 99 നല്ല ക്വാളിറ്റിയും 1 മോശമാണെങ്കിൽ ആ മോശമായിട്ടുള്ളതാണ് ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത്. ആ മോശമായിട്ടുള്ള ക്വാളിറ്റിയിലൂടെയാണ് ആ കണ്ണിലൂടെയാണ് നമ്മൾ അവരെ കാണുന്നത്. അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ. നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് 99 ദോഷങ്ങളും ഉണ്ടാവും. ഒരു നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ കാണുന്നത് ആ നല്ല ക്വാളിറ്റി മാത്രമാണ്, ദോഷങ്ങൾ കാണുന്നില്ല. നാച്ചുറൽ. ഇതാണ് നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ. എന്നാൽ നോക്കൂ, ഭഗവാന്റെ ശുദ്ധഭക്തരുടെ ഒരു വീക്ഷണം, അവരുടെ ചിന്താഗതി, മനസ്സ് എങ്ങനെയാണെന്ന് നോക്കൂ. മറ്റുള്ളവരിൽ നന്മ മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ളവരിൽ നല്ല ക്വാളിറ്റീസ് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അവനവനിൽ ദോഷങ്ങളും കാണുന്നുള്ളൂ, അവനവനിൽ നല്ലത് കാണുന്നില്ല. യുധിഷ്ഠിര മഹാരാജാവ് എപ്പോഴും ഇതിനു മുമ്പുള്ള ശ്ലോകത്തിലും പറയുന്നു, ഞാൻ കാരണം സംഭവിച്ചു, എന്റെ തെറ്റാണ്, ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പറയുന്നു. പക്ഷെ തെറ്റ് ഒന്നും ചെയ്തിട്ടില്ല അവര്. ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതാണ് ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റി. ഇതെല്ലാം ഈ സെക്ഷനിലൂടെ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിന്റെ ക്വാളിറ്റീസും ധൃതരാഷ്ട്രർ നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെയാവരുത് എന്നുള്ളത്. വിതുരര് നമ്മളെ പഠിപ്പിക്കുന്നു. വിതുരരെ പോലെ ആ ഒരു മഹാകൃപ എല്ലാവരോടും തോന്നണം എന്നുള്ളതും, മറ്റുള്ളവരെ ഉദ്ധരിക്കണം എന്നുള്ളൊരു ആഗ്രഹം, സാധുസംഘത്തിന്റെ പ്രാധാന്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇതിലൂടെയെല്ലാം. ഓക്കെ, പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കുന്നു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ 35ാമത്തെ ശ്ലോകം മുതൽ നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജായ്, സമവേത ഗൗര ഭക്ത വൃന്ദ കി ജായ്, ഗൗഡിയ ഗുരു വൃന്ദ കി ജായ്, शचीनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय, जय जय श्री राधे श्याम, निताय गौर प्रेमानंदे. हरे कृष्ण. थैंक यू. हरे कृष्ण. हरे कृष्ण प्रभुजी. യെസ് പ്രഭുജി, ഇതിന് യുധിഷ്ഠിര മഹാരാജാവിന് നന്ദികേട് കാണിക്കേണ്ട അങ്ങനെ ഒരു ഇത് വന്നു. അതിപ്പോ ഏത് അർത്ഥത്തില്, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? മനസ്സിലായില്ല പ്രഭു. യുധിഷ്ഠിര മഹാരാജാന് നന്ദികേട് കാണിച്ചെന്ന് തോന്നിയെന്നൊരു ഇത് വന്നില്ല 32ാമത്തെ ശ്ലോകത്തില്. അത് എങ്ങനെ, അത് ഏതർത്ഥം, അതോ അതെന്താ അങ്ങനെ പറയാൻ കാര്യമുണ്ട്? അതായത് അദ്ദേഹത്തിന്റെ മക്കൾ
യുധിഷ്ഠിര മഹാരാജാവ് ഇതിനു മുമ്പും പറയുന്നുണ്ടല്ലോ, ഞാൻ കാരണമാണ് മക്കളെല്ലാം മരിക്കുന്നത് എന്നുള്ളതൊക്കെ. ആ യുദ്ധം ചെയ്ത കാര്യമൊക്കെ അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭു, ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും വിദൂരർക്ക് ഇത്രയും ഒരു ദുഃഖങ്ങൾ വരാനും സന്യാസത്തിന് പോകാനും ഭഗവാൻ കൂടെ ഉണ്ടല്ലോ, എന്നിട്ടും ഭഗവാൻ കൂടെയും. ആരുടെ കാര്യം പറയുന്നത്? വിദൂരര്. വിദുരര്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്തനല്ലേ വിദൂരര്. തീർച്ചയായിട്ടും. വിദൂരര് ഒരുപാട് ഭഗവാനെ വിട്ടുനിട്ട് വീണ്ടും സന്യാസത്തിന് ദേശം തോറും പോകാനൊക്കെ ഒരുങ്ങുന്നത് ഭഗവാനല്ലേ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും. പാണ്ഡവരും കുന്തി മഹാറാണിയും അനുഭവിച്ച പോലെ വേറെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവോ? ഇല്ല. പ്രഹ്ലാദ മഹാരാജാവ് അനുഭവിച്ച പോലെ, ഹിരണ്യകശിപുവിൽ നിന്ന് അനുഭവിച്ച പോലെ വേറെ ആരെങ്കിലും ഉണ്ടാവോ? നമ്മുടെ പ്രശ്നങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു 0.5% വരുന്നുണ്ടോ? പ്രഹ്ലാദ അനുഭവിച്ചതോ, പാണ്ഡവർ അനുഭവിച്ചതോ, കുന്തി ദേവി അനുഭവിച്ചതോ? ഇല്ല. പക്ഷെ ഈ ഉദാഹരണങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്, ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ് ഇവരെല്ലാവരും. അവര് ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അവർ ഭഗവാന്റെ പാദങ്ങൾ കൈവിട്ടിട്ടില്ല, മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലെസൺസ് നമ്മളെ പഠിപ്പിക്കാനാണ്. വിദുരരുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. വിദുരരെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്. ഒന്നും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഭഗവാൻ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഭഗവാൻ ഇതിലൂടെ, ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരിലൂടെ നമ്മൾ ഒരുപാട് ലെസൺസ് പഠിപ്പിക്കുന്നു. അല്ലാതെ അവരുടെ കർമ്മഫലമോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള അപരാധത്തിന്റെ ഫലമോ ഒന്നുമല്ല. പരിശുദ്ധ ഭക്തരെ ഗ്ലോറിഫൈ ചെയ്യാനാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് ഭഗവാൻ, അവരെ സ്തുതിക്കാൻ വേണ്ടി. ഇന്ന് നമ്മൾ യുധിഷ്ഠിര മഹാരാജാവിനെയും പാണ്ഡവരെയും സ്തുതിക്കുന്നു. കുന്തി മഹാറാണി കുന്തി സ്തുതി നമ്മൾ ചൊല്ലുന്നു. പ്രഹ്ലാദ മഹാരാജാവിനെ പോലെ വേറെ ആരുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള ഭക്തരെ നമ്മൾ ഭഗവാൻ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ആക്ച്വലി അവർക്കൊന്നും സംഭവിക്കുന്നില്ല, കാര്യം അവരുടെ പരിശുദ്ധ ഭക്തരായതുകൊണ്ട്. എന്നാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളോടെ അവരെ കടന്നു പോകുന്നു, അവർ ഉപകരണമാവുന്നു. ഭഗവാൻ അവരെ ആക്ച്വലി പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ, എന്റെ ഭക്തരെ കണ്ടില്ലേ, ഇത്രയൊക്കെ സംഭവിച്ചാലും കണ്ടില്ല അവരുടെ ആ ഒരു വിശ്വാസവും അവരുടെ ഭക്തിയും എല്ലാം. ആക്ച്വലി അവരെ ഗ്ലോറിഫൈ ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെ ഒരുപാട് ലെസൺസും പഠിപ്പിക്കുന്നു ഈ ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരിലൂടെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ വിഷമിക്കാൻ ഒന്നുമില്ല, സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, വേറെ ഒന്ന്. ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്ര മഹാരാജാവിന് എത്രയോ അവസരങ്ങൾ കിട്ടിയതായിരുന്നു രക്ഷപ്പെടാൻ. ഭഗവാൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോലും മക്കളോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറില്ലായിരുന്നു. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണല്ലോ ഭഗവാനെ ആശ്രയിച്ചത്. മഹാത്മാ വിതുരനെ പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റിയില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണല്ലോ ഭഗവാൻ മഹാത്മാ വിതുരൻ പറഞ്ഞ് എത്ര മ്ലേച്ഛമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ബോധമുണ്ടായത്. അവസാനം എല്ലാവരുടെയും ആശ്രയം ഭഗവാൻ മാത്രമാണ്. മക്കളും രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ബോധോദയം ഉണ്ടായി വനത്തിലേക്ക് പോകുന്നത്. നേരത്തെ ഭഗവാൻ നല്ല ഉപദേശം കൊടുത്തപ്പോൾ അത് ചെവിക്കൊണ്ടില്ല. വീണ്ടും വിതുര മഹാരാജ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്
ബോധ്യമായത്. ശരിയാണ്, അതെ നേരത്തെ ഞാനിത് ആലോചിക്കേണ്ടതായിരുന്നു. അതെ പക്ഷെ ഈ യുദ്ധം അനിവാര്യമായതുകൊണ്ട് ഭഗവാൻ അതിനൊരു വഴി കൊടുത്തില്ല. അതെ ഭഗവാന്റെ ആളായിട്ട് മഹാരാജ വിതുരരെ നിയോഗിച്ച് രണ്ടാമത് ഭഗവാൻ വരുത്തി കറക്റ്റ്. അദ്ദേഹത്തെ വീണ്ടും വനത്തിലേക്ക് യാത്ര അയക്കുകയാണ്. അപ്പം അന്തരായ നമുക്കെല്ലാം ഇതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാഠമാണ്. ഈ ലോക തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മളെല്ലാം അന്തരായിട്ടാണ് ജീവിക്കുന്നത്. അതെ, നമ്മൾ അന്ധരാണ്. അതെ, ഭക്തി ഭഗവാൻ ഭക്തി അവസരങ്ങൾ തന്നാലും നമ്മളത് അറിയുന്നില്ല രക്ഷപ്പെടാനുള്ള. ഇതൊക്കെ നമുക്കിതൊക്കെ ഓരോ പഠിക്കാനുള്ള ഓരോരോ പാഠങ്ങളാണ്. എല്ലാം ക്വാളിറ്റി ഉള്ളവരാണ് ഇല്ലേ പ്രഭു? ഇതിനകത്തുള്ള എല്ലാവരും നമ്മള് എത്ര ദുഷ്ടരാണെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ഉള്ളിൽ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ എല്ലാം അതാ പറഞ്ഞെ, ഈവൻ അസുരന്മാരും നമ്മളെ പഠിപ്പിക്കുന്നു. പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ഓഫ് നമ്മൾ. കോഴ്സ് നമ്മുടെ ധൃതരാഷ്ട്ര പഠിപ്പിക്കുന്നു, ഹിരണ്യകശിപു പഠിപ്പിക്കുന്നു, ഹിരണ്യാക്ഷൻ പഠിപ്പിക്കുന്നു. അതെ, എല്ലാ നെഗറ്റീവ് ക്യാരക്ടേഴ്സും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പല പാഠങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ പേര് ഭാഗവതത്തിലുള്ള എല്ലാവരും സ്റ്റാറുകളാണ്. എല്ലാം സ്റ്റാറുകളാണ്. അത് ഗാന്ധാരി ആണെങ്കിലും നല്ലൊരു ഇതല്ലേ. എല്ലാവരും പറയും മക്കൾക്ക് വേണ്ടിയാണ് കണ്ണു മൂടി കെട്ടി നടന്നത്. അതല്ല, അവര് പതിവ്രതയായി ഭാര്യയായിട്ട് ജീവിച്ച് കാണിക്കുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റി. കറക്റ്റ്. ഒരുപാട് കാര്യങ്ങൾ ഓരോ ക്യാരക്ടേഴ്സിനും പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും. എല്ലാവരും. ഹരേ താങ്ക് കൃഷ്ണ യു പ്രഭു. ശോഭ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ കണ്ടിന്യൂ ചെയ്യാം. ശ്രീല പ്രഭുപാദ് കി ജയ്. വഞ്ചകൽപതരുഭേഷ കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദയ്ക്ക് ശ്രീമന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. Thank you.